ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്വർഗ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ഈ മാലാകക്കൂട്ടത്തിൻ്റെ എല്ലാ ചങ്കു കൂട്ടുകാർക്കും ഈ സ്വർഗ കാഴ്ചകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ പ്രേക്ഷകർക്ക് ഊർജം പകരാനായി, ഈ സ്വർഗ കാഴ്ചകൾക്ക് ശക്തി കൂട്ടാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് തേശ്ശേരി സെൻറ് മേരീസ് ചർച്ചിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഈ സ്വർഗത്തില് ഉഷാറായിട്ട് നമ്മള് അല്ലേ ഈശോ എടുത്ത് കളിക്കാൻ പോവല്ലേ? ആണോ അല്ലയോ? നല്ല എനർജി ഫുള്ളായിട്ട് മാലാഖമാരൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വൈബിൽ കളിക്കുന്നത് പോലെ നിങ്ങളും ഈ സ്വർഗത്തിൽ നല്ല എനർജിയോട് കൂടി ആയിരിക്കണം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്വർഗത്തിന്റെ കാഴ്ചകൾക്ക് തിരികൊടുത്താലോ അല്ലേ? ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? ഈശോയ്ക്ക് സ്തുതി പാടാം. അപ്പൊ നമ്മൾ ഈ സ്വർഗത്തിലും മാലാഖമാരെ പോലെ ഒരു വൈബില് പാട്ട് പാടാൻ പോവാണ്. ആർ യു റെഡി? പൊക്കം കുറഞ്ഞൊരു സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കാത്തിരുന്നു, കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്നു കാണാൻ. ഒന്നിച്ചു പാടിക്കേ. കാത്തിരുന്നു അവൻ യേശു. അപ്പൊ എന്താ സംഭവിച്ചേ? മരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതുവഴിയിൽ ആരാ വന്നേ? അതുവഴി വന്നൊരു നാഥനപ്പോൾ പാടിക്കേ. അതുവഴി വന്നൊരു മുകളിലേക്കു നോക്കിയല്ലോ. അപ്പൊ എന്താ യേശു പറഞ്ഞു? സക്കേവൂസ് സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ. പാടിക്കേ. സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ, എനിക്കു നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം. പാടിക്കേ. അപ്പൊ ഇതിനൊരു സ്റ്റെപ്പ് പഠിച്ചാലോ? പാട്ട് പഠിച്ചല്ലോ, ഇനി സ്റ്റെപ്പ് നോക്കിയേ. പൊക്കം കുറഞ്ഞ സക്കേവൂസ്, പൊക്കം കുറഞ്ഞൊരു സക്കേവൂസ് ചെയ്തേ. കുറഞ്ഞൊരു സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കാത്തിരുന്നു, കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു. പഠിക്കേ. കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു. അപ്പൊ ഇനി നോക്കിയേ. അതുവഴി വന്നൊരു നാഥൻ, അതുവഴി വന്നൊരു നാഥനപ്പോൾ മുകളിലേക്കു നോക്കിയല്ലോ. ചെയ്തേ. അതുവഴി വന്നൊരു നാഥനപ്പോൾ മുകളിലേക്ക് നോക്കിയല്ലോ. സക്കേവൂസ് സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ. സക്കേവൂസ് സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ, എനിക്കു നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം. ചെയ്തേ. എനിക്കു നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം. ഇത്രേ ഉള്ളൂ സംഭവം. ചെറിയൊരു പാട്ടാണ്, ബൈബിളിലെ ടെക്സ്റ്റ് അങ്ങനെ തന്നെ പാട്ടാക്കിയേക്കുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് കളിച്ചാലോ? കൈയടിച്ച് കൈകടിക്ക്. നന്നായിട്ട് എനർജിയിൽ സന്തോഷം വരട്ടെ. പൊക്കം കുറഞ്ഞൊരു സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കാത്തിരുന്നു, കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു, കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ. പൊക്കം കുറഞ്ഞൊരു സിക്കമൂർ മരത്തിൽ കാത്തിരുന്നു, കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു, കാത്തിരുന്നു അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു. അതുവഴി വന്നൊരു നാഥനപ്പോൾ മുകളിലേക്ക് നോക്കിയല്ലോ. അതുവഴി വന്നൊരു നാഥനപ്പോൾ മുകളിലേക്ക് നോക്കിയല്ലോ. സക്കേവൂസ് സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ. പഠിക്കേ. സക്കേവൂസ് സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ, എനിക്കു നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം. എനിക്കു നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം. പൊക്കം കുറഞ്ഞ സക്കേവൂസ്, പൊക്കം കുറഞ്ഞൊരു സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കാത്തിരുന്നു,
കാത്തിരുന്നു, അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു, അവൻ കാത്തിരുന്നു, യേശു ആരെന്ന് കാണാൻ കാത്തിരുന്നു. സ്വർഗത്തിലെ രണ്ടാമത്തെ രസക്കാഴ്ചയാണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയുണ്ടാവും? ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് നിങ്ങളുടെ മുന്നിൽ വന്നു എന്നങ്ങോട്ട് വിചാരിച്ചേ, കണ്ണടച്ച്. നീ കണ്ടു പറഞ്ഞേ, ഇതൊരു പ്ലസൻ്റ് ആയിരിക്കും അല്ലേ? വെറുതെ കൊതിപ്പിക്കല്ലേ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാമെന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ എന്തുമാത്രം മനസ്സ് സന്തോഷിക്കും. അപ്പം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ലോകത്തിലെ ഭക്ഷണമല്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ട ഭക്ഷണമാണ് നമ്മൾ ഇന്ന് ഭക്ഷിക്കാൻ പോകുന്നത്. അതേതാണ് ഭക്ഷണം? പറയൂ. വചനം. റെഡി. വചനം ഭക്ഷിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി എനർജിയൊക്കെ കിട്ടും, ഊർജം കിട്ടും. പക്ഷേ വചനം ഭക്ഷിച്ചാലോ ആത്മാവ് ബലപ്പെടും. ആർ യു റെഡി? അപ്പൊ നമുക്ക് ഈ സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് വചനം പറയാനും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വരുന്ന ജോബി ജോൺ അങ്കിളാണ് ഇന്ന് വരുന്നത്. നമുക്ക് അങ്കിളിനെ സ്വാഗതം ചെയ്യാം. ആർ യു റെഡി? എനർജി പോരാ. ആർ യു റെഡി? അപ്പോ അങ്കിളിനെ നമ്മളിന്ന് ക്ലാപ്പ് ചെയ്യാൻ പോകുന്നത്, ഒരു ക്ലാപ്പ് കൊടുക്കാൻ പോവാണ്. ആ ക്ലാപ്പ് ഇതാണ്, സൈലന്റ് ക്ലാപ്പ്. ഏതാണ് ക്ലാപ്പ്? അല്ലേ? സൈലന്റിൽ എങ്ങനെ ക്ലാപ്പ് വരാം അല്ലേ? പക്ഷെ നോക്കിയേ, സൈലന്റ് ക്ലാപ്പ് എങ്ങനെയാന്ന് നോക്കിയേ. കൈ ഇങ്ങനെ വെച്ച് ഹെഡ് ലെവലിൽ ഇങ്ങനെ മാക്സിമം ഷേക്ക് ചെയ്തേ. ഭംഗി വരട്ടെ, പോരാ. ചില ആൾക്കാർ കയ്യിൽ നിന്ന് ഇങ്ങനെ അനങ്ങണേ ഇല്ലല്ലോ. ഒരു സൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, റെഡി? എന്താണത്? സൈലന്റ് ക്ലാപ്പ്. ഏത് ക്ലാപ്പാണെന്ന് കൊടുക്കുന്നത്? അപ്പൊ ചാടി എഴുതട്ടെ. അങ്കിളിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സൈലന്റ് ക്ലാപ്പ്, ഗോ. മാക്സിമം സ്പീഡ്, മാക്സിമം സ്പീഡ്. സ്വർഗത്തിലെ മാലാഖക്കുട്ടികളെ, സുഖമാണോ? സുഖമാണ്. സന്തോഷമാണോ? അപ്പൊ ഈശോ മിശിഹായ്ക്കും എപ്പോഴെപ്പോഴും നന്നായിട്ടൊന്ന് ചിരിച്ചേ നിങ്ങള്. നല്ല ഭംഗിയുള്ള മാലാഖക്കുട്ടികൾ. ശരിയാട്ടോ. ഇരിക്കും, എല്ലാവരും ഇരിക്കും. അപ്പോൾ അങ്കിളുടെ ജീവിതത്തിലെ ഒരു സംഭവം പറയാം. ഇപ്പം ഏകദേശം അങ്കിൾ 50 വയസ്സായി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ആനുവൽ എക്സാം ആയിരുന്നു. ആനുവൽ എക്സാം, വർഷാവസാന പരീക്ഷ. അപ്പോൾ നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു, നന്നായിട്ടൊക്കെ എല്ലാം ഒരുങ്ങി. പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം വൈകുന്നേരമായപ്പോൾ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, ഒന്നും മനസ്സിൽ വരുന്നില്ല. ആകെ ബ്ലാങ്ക് ആയിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോൻ എന്തിനാ എങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേന്ന് ചോദിച്ചു. പറഞ്ഞു, അമ്മമ്മേ, പപ്പ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പാസ്സാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല, ഒന്നും ക്ലിയർ ആവണില്ല. അപ്പം അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ അമ്മമ്മ ഒരു ഒരു വചനം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ വചനം ഞാൻ നിങ്ങളോട് പറയാം. അതിനുശേഷം അമ്മമ്മ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ഇത് രണ്ടും ഞാൻ പറയാം. വചനം ഇതാണ്, ഏശയ്യായുടെ പുസ്തകം 41:10. പറഞ്ഞേ. ഇതാണ് വചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പറഞ്ഞേ. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഒന്നുകൂടെ വചനം പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ അത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ചൊക്കെ ഒരു ധൈര്യം വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊരു കഥ ഇങ്ങനെയായിരുന്നു. പണ്ട് കുറെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, ദേശാടന കിളികൾ, അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ പറക്കും. അവരെങ്ങനെ പറക്കുക? കടലിൻ്റെ മുകളിൽ കൂടെയാണ് ദേശാടന കിളികൾ പറക്കുക. അങ്ങനെ ഒരു കൂട്ടം മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഇങ്ങനെ പറന്ന് കുറേ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കിളിയുടെ ചിറകിൻ്റെ ശക്തി കുറഞ്ഞ് താഴേക്ക് ആ പക്ഷി ഇങ്ങനെ താഴേക്ക് പോകാൻ തുടങ്ങി.
അപ്പോൾ ബാക്കി എല്ലാ കിളികളും സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. കാരണം അത് പോയി വീഴാൻ പോകുന്ന എവിടേക്കായിരിക്കും? കടലിലായിരിക്കും. കടലിൽ വീണ് കഴിഞ്ഞാൽ ആ കിളി ചത്തുപോകും. അപ്പോൾ ഈ വീഴുന്ന കിളി മറ്റു കിളികളോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, എന്തായാലും എൻ്റെ ദൈവം കൂടെ ഉണ്ടാവും, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ കിളി ഇങ്ങനെ താന്ന് 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 ഇങ്ങനെ കടലിൻ്റെ അടുത്ത് എത്തി. നെക്സ്റ്റ് എന്ത് സംഭവിക്കുക? കടലിൻ്റെ ഉള്ളിലേക്ക് പോയി കിളി ചത്തു. ഇത് ദൂരെ നിന്നും ഒരു ഡോൾഫിൻ കാണുന്നുണ്ടായിരുന്നു. ഈ കിളി താഴത്തേക്ക് വരുന്നത് ആര് കാണുന്നുണ്ടായിരുന്നു? ഒരു ഡോൾഫിൻ കാണുന്നുണ്ടായിരുന്നു. ആ ഡോൾഫിൻ എന്ത് ചെയ്യുന്നറിയോ? ഈ കിളിയെ രക്ഷപ്പെടുത്താനായിട്ട് പെട്ടെന്ന് സ്പീഡിൽ വന്നിട്ട് നേരെ അവിടെ നിന്നു. ഈ കിളി നേരെ വന്നിട്ട് ഡോൾഫിൻ്റെ മേലെ ലാൻഡ് ചെയ്തു. ഡോൾഫിൻ്റെ മേലെ വന്നിരുന്നു. നോക്കൂ, എന്തൊരു അത്ഭുതം നോക്കൂ. അങ്ങനെ ഡോൾഫിൻ ഈ കിളിയെയും കൊണ്ട് നേരെ ഇങ്ങനെ നീന്തി നീന്തി അടുത്തുള്ളൊരു ഐലൻഡിൽ കൊണ്ടുപോയിട്ട് ആ കിളിയെ അവിടെ ഇട്ടു. അങ്ങനെ ആ കിളി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ ഗ്രാൻഡ് മദർ അന്ന് എന്നോട് പറഞ്ഞത്. മക്കളെ, ഇതിൽ നിന്നും വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ആ കഥയും ആ വചനവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. ആ എക്സാമിനേഷൻ തോൽക്കുന്നത് ഞാൻ വിചാരിച്ച എക്സാമിനാണ്. പിറ്റേ ദിവസം ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യും. ദൈവം അത്ഭുതകരമായിട്ട് തന്നെ ആ പരീക്ഷയിൽ പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നിസ്സഹായതയുടെ നടുവിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ ആര് സഹായിക്കാൻ വരും? ദൈവം സഹായിക്കാൻ വരും. പല രീതിയിൽ, പല രൂപത്തിൽ ദൈവം നമ്മളെ സഹായിക്കാൻ വരും. അതുകൊണ്ട് ഈ പരീക്ഷാ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എല്ലാം പഠിക്കുക. എല്ലാം നന്നായി നല്ല രീതിയിൽ ദൈവികമായ ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തെയും കാണാനായിട്ട് പഠിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പ്രശ്നമുണ്ടെങ്കിലും, ഏത് തകർച്ചയുടെ നടുവിലും, ഏത് നിസ്സഹായതയുടെ നടുവിലും, ഏത് ഇഷ്യൂസിൻ്റെ നടുവിലും നിങ്ങളെ സഹായിക്കാനായിട്ട് ദൈവം കൂടെ ഉണ്ടാവും. ഓക്കെ, ചാടി എഴുന്നേറ്റ് കൈ ഹാട്ടി വെച്ച് എന്നിട്ട് പറഞ്ഞാൽ യെശയ്യായുടെ പുസ്തകം 41:10. ഏതാണ് വചനം? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും സന്തോഷമാണോ? സുഖമാണോ? അപ്പൊ ഈശോ മിശിഹായ്ക്ക് ഇപ്പോഴും ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. എന്നാൽ ഈ സ്വർഗത്തിലെ അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ് പറഞ്ഞേ? വിശുദ്ധരെ പരിചയപ്പെടാം. ഇന്ന് ആരാണ് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ കുറിച്ച് പറയാൻ ഒരുങ്ങിയിരിക്കുന്നത്? റെഡി? ആരൊക്കെയാണ്? ഇവർക്കൊരു കൈയ്യടി കൊടുത്തേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. കമോ. ഓക്കെ, അപ്പോൾ ഈ കൂട്ടുകാർ ഇന്ന് ഇവരെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവാണ്. മോളുടെ പേര് പറയൂ. ജുവൽ മരിയ. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ പീറ്റർ ഡാമിയനെ കുറിച്ചാണ് പറയുന്നത്. കൊച്ച് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. വിശുദ്ധ പീറ്റർ ഡാമിയൻ AD 988 റെവന എന്ന സ്ഥലത്ത് ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അത്യധികം ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു പീറ്ററിൻ്റെ ബാല്യകാലം. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പീറ്ററിനെ വളർത്തിയത് മൂത്ത ജ്യേഷ്ഠനായിരുന്നു. നിർദ്ദയനായിരുന്ന ആ മനുഷ്യൻ പീറ്ററിനെ ഒരു പന്നിനോട്ടക്കാരനായാണ് നിയമിച്ചത്. അതിക്രൂരമായി അദ്ദേഹം പീറ്ററിനെ പീഡിപ്പിച്ചിരുന്നു. മാത്രമല്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും നൽകിയില്ല. പീറ്ററിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കിയ വൈദിക സഹോദരൻ പീറ്ററിനെ തൻ്റെ കൂടെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി. പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി പാർമ സർവകലാശാലയിലേക്ക് അയച്ചു. പഠനത്തിന് ശേഷം 22ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായ പീറ്റർ ലോകസുഖങ്ങളിൽ നിന്ന് അകന്ന് സന്യാസിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം ഫൊന്തെ അവലാന എന്ന ആശ്രമത്തിൽ ചേർന്നു. അതികഠിനമായ താപക്രിയകളാണ് അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നത്. വേദശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം സഹോദര സന്യാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ബുദ്ധിവൈഭവം, നൈപുണ്യ യോഗ്യതയും മൂലം അധികം താമസിയാതെ അദ്ദേഹം അവലാന ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠനായി തീർന്നു.
വൈഷമ്യവും പ്രയാസവുമുള്ള പല ജോലികളും അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതായി വന്നു. ഇതിനു പുറമെ സഭയുടെ നവീകരണത്തിനുള്ള പല പരിശ്രമങ്ങളിലും അദ്ദേഹം പങ്കാളിയായിരുന്നു. തുടർച്ചയായി 7 മാർപ്പാപ്പന്മാർ തങ്ങളുടെ ഉപദേഷ്ടാവായി തിരഞ്ഞെടുത്തത് വിശുദ്ധനെയായിരുന്നു. മെത്രാന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതും അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. അവയെല്ലാം വിശുദ്ധൻ ഭംഗിയായും ന്യായമായും നിർവഹിച്ചു. 1057 സ്റ്റീഫൻ 50-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ആസ്ത്രിയയിലെ മെത്രാനായി ഉയർത്തി. അധികം താമസിയാതെ കർദിനാളായി ഉയർത്തുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം അദ്ദേഹം നിരസിച്ചുവെങ്കിലും മാർപ്പാപ്പയുടെ നിർബന്ധത്തിന് അവസാനം വഴങ്ങുകയാണ് ഉണ്ടായത്. 1072 ഫെബ്രുവരി 21-ാം തീയതി ജ്വരബാധയെ തുടർന്ന് ഫയൻസായിലെ സ്വന്തം സഭയിൽപ്പെട്ട ഒരു ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. 1823 ലയോ 12-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1828 സഭയുടെ വേദപാരംഗതനായി വിശുദ്ധ പീറ്റർ ഡാമിനെ ഉയർത്തി. സഭയിൽ ഫെബ്രുവരി 21-ാം തീയതിയാണ് വിശുദ്ധ പീറ്റർ ഡാമിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സഭയുടെ നവീകരണത്തിനായി അക്ഷരം പ്രയത്നിച്ച വിശുദ്ധ പീറ്റർ ഡാമിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിക്കാൻ പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. ഇനി വിശുദ്ധനെ ആസ്പദമാക്കിയൊരു വചനം പറയണം. മോൻ്റെ പേര് പറയൂ. ആൻസ്. ഓക്കെ, ആൻസ് പറയുന്ന വചനം നമുക്ക് കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ പീറ്റർ ഡാമിനെ കുറിച്ച് നാം കേട്ടല്ലോ. വിശുദ്ധൻ്റെ ജീവിതം ആസ്പദമാക്കി ഞാനൊരു വചനം പറയാം. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. 1 പത്രോസ് 14:7. അപ്പോൾ ഇന്ന് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു, വചനം പറഞ്ഞ രണ്ടുപേർക്ക് ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. അപ്പോൾ ഈശോയുടെ കൂട്ടുകാരെ, നമ്മൾ വിശുദ്ധരെയൊക്കെ പരിചയപ്പെട്ട് വചനമൊക്കെ കേട്ട് നല്ല നല്ല വൈബായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗത്തിൽ അടുത്ത കളറുള്ള ഒരു സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. ഈശോ തന്നെ പറഞ്ഞു, താലന്ത് കൊണ്ട് നിങ്ങൾ മണ്ണി കുഴിച്ചിടരുത്, അത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലേ? എന്ത് നല്ല രസമായിട്ടുള്ള വാക്കാണത്. ചില ആൾക്കാർ കഴിവൊക്കെ ഉണ്ട്, എല്ലാം ഉള്ളിൽ ഒതുക്കി വയ്ക്കും, എല്ലാം ഉള്ളിൽ വയ്ക്കും, ഒന്നും ചെയ്യില്ല. ചിലപ്പോൾ നല്ല കഴിവുള്ളവരുണ്ടാകാം, ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവരത് ലോകത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഈ സെഗ്മെൻറ്റ് നമ്മുടെ കഴിവ് ഈശോയ്ക്ക് കൊടുക്കുന്ന സെഗ്മെൻറ്റാണ്. ഇനി ഈ സ്വർഗത്തിൽ ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ ആരൊക്കെയാണ് റെഡി ആയിട്ടുള്ളത്? ഒന്ന് എഴുന്നേറ്റേ, ഈ മക്കൾക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഓക്കെ, നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. റെഡി? മക്കളുടെ പേര് പറയൂ. അന്ന. അടുത്ത ആള് ഏഞ്ചൽ. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ എന്ത് താലന്താ കൊടുക്കുന്നത്? ഇന്ന് ഒരു ഡാൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇവരുടെ ഡാൻസ് ആസ്വദിക്കാം. Are you ready? Yes. Hello, 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 hallelujah. Hey, hello, 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 hallelujah. Hey, hello, 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 hallelujah. Hallelujah, hallelujah. Hey, hello, 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 hallelujah. Hey, hello, 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 hallelujah. Hey, hello, 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 hallelujah. ആകാശമിലാ
ഈശോയുടെ കൂട്ടുകാരെ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഈ സ്വർഗത്തിലെ അടുത്തൊരു രസക്കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കളറാക്കാൻ പോവാണ്. നമ്മൾ ഇതിന്റെ ടൈറ്റിൽ സോങ് ഒന്ന് പാടാൻ പോവാണ്. ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേക്കോ, ഈശോടത്ത് കളിക്കാലോ. സന്തോഷം വരട്ടെ, ചിരി വരട്ടെ. ആ ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാൻ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഈശോയുടെ കൂട്ടുകാരെ, ഈശോയുടെ മാലാഖമാരെ, സന്തോഷമാണോ? അടുത്ത ആളെ നോക്കിയേ, സന്തോഷമാണോ? ഒന്ന് പുഞ്ചിരിച്ചേ, ചിരിക്കേ. അപ്പോ ഈ സ്വർഗത്തിലെ രസക്കാഴ്ചയിലെ അവസാനത്തെ രസക്കാഴ്ചയിലേക്ക് പോവാണ്. അവസാനത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. പറഞ്ഞേ, നല്ല ശീലം പഠിക്കാം. അപ്പൊ നല്ല ശീലങ്ങളാണ് നമ്മളെ നല്ലവരാക്കുന്നത്. ആർ യു റെഡി? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ശീലം, പ്രത്യേകിച്ച് നമ്മൾ എക്സാമിനോടൊക്കെ അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് പഠിക്കുന്ന ശീലമാണ് സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. എന്താണെന്ന് ശീലം? സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. നിങ്ങളോട് ടീച്ചേഴ്സൊക്കെ പറയാറില്ലേ, ദേ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ പറയില്ലേ നമ്മളോട്, ദേ കൊച്ചുങ്ങളെ ഇനി സമയമില്ലാട്ടോ, നന്നായിട്ട് പഠിക്കണം അല്ലേ, റിവിഷൻ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടോ? ആ പഠിക്കുന്ന കുട്ടികളോട് പറയും, നിങ്ങളോട് പറയാറില്ലേ? ഉണ്ട്. അപ്പോൾ നല്ല ഇതെന്താ പറയാ, ഇതൊരു നല്ല ശീലമാണ്. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. പറഞ്ഞേ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സമയം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? സമയം നഷ്ടപ്പെട്ടു പോവില്ലേ? ഉണ്ടോ ഇല്ലയോ? സമയം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചോ. സമയം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പറയാണ് എനിക്ക് ആ സമയം പരീക്ഷയുടെ മുമ്പ് വീണ്ടും തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇപ്പൊ ടീച്ചർ പറയാണ്, പരീക്ഷ വരാണ്, ഞാൻ ഇന്ന് ടെസ്റ്റാണ്, 2 ആഴ്ച നിങ്ങൾക്ക് പഠിക്കാൻ സമയം തരും, നിങ്ങൾ പഠിച്ചില്ല. പരീക്ഷയുടെ സമയത്ത് ഇപ്പൊ ടീച്ചറോട് പറയാം, ടീച്ചറെ എനിക്ക് മുന്ന് പറഞ്ഞ 2 ആഴ്ച ഒന്നുകൂടെ തരുമോ? ടീച്ചർ തരുമോ? അപ്പൊ നമുക്ക് സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല. പറഞ്ഞേ, സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് 5ാമത്തെ സെഗ്മെന്റിൽ ഈ ശീലം മറക്കരുത്. എന്താണ് 5ാമത്തെ ശീലം? സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സമയം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുക മാത്രമല്ല, അതാണ് പിശാച് ഉപയോഗിക്കുക. മനസ്സിലായോ? പിശാച് കള്ളനെ പോലെ വരുന്നവരാണ്, കള്ളനെ പോലെ. പിശാച് അത് വേറെ രീതിക്കൂടെ നമ്മുടെ ചിന്തേനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമയം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി. ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ പഠിച്ച ശീലം ഇതാണ്. സമയം, പറയും മക്കളെ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. നിങ്ങളും സമയത്തെ ഉപയോഗിക്കണം. സമയം നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വെറുതെ നഷ്ടപ്പെടുക മാത്രമല്ല, അതുപയോഗിച്ചിട്ടാണ് പിശാച് അവൻ്റെ പദ്ധതികൾ രൂപപ്പെടുത്തുക. നിങ്ങളുടെ ചിന്തേനെ മാറ്റും, ഓർമ്മേനെ മാറ്റും, വേറെ സ്ഥലത്തേക്ക് നിങ്ങളുടെ ചിന്തകൾ പോകും. ഇതൊന്നും പോകാതിരിക്കാൻ, സമയം പിശാച് എടുക്കാതിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് സമയത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആർ യു റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡിൻ്റെ വൈൻഡപ്പ് സെക്ഷനിലേക്ക് വരാം. ഒന്ന് നേരെ ഇരുന്നേ, കണ്ണടച്ച് കൈകൂപ്പി പിടിച്ച് ഭംഗിയായിട്ടിരുന്നേ. ഇങ്ങനെ പ്രാർത്ഥിക്കും ഉറക്കെ. ഈശോയെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്ന സമയം ഭംഗിയായി ഉപയോഗിക്കാൻ, നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഞങ്ങളെ വളർത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. കണ്ണു തുറന്നേ. ഇനി ദാ ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ട്. ആർക്കാണ് ഈ ഒരു എപ്പിസോഡിൽ
ഏഞ്ചൽ ആവാനുള്ള ഭാഗ്യം എന്നറിയാനുള്ള സമയമാണ്. ഓക്കെ, നറുക്കെടുക്കാം. റെഡി? ഇന്ന് ആരാ നറുക്കെടുക്കാൻ വരുന്നത്? വാ, മോള് വായോ, ഒരു ക്ലാപ്പ് കൊടുത്തേ. ഒരു ക്ലാപ്പ് കൊടുത്തോ. ആരാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് എന്നറിയാൻ പോവാണ്. നേഹ മരിയ ടിജോ ആണ് ഇന്ന് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാപ്പ് കൊടുത്തേ നേഹയ്ക്ക്. വാ, അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് നേഹ. ഓക്കെ, നേഹ ചെന്ന് ഈ മിഠായി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. കൂട്ടുകാരെ, ഈ സ്വർഗത്തിലെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. 4-5 സെഗ്മെൻ്റൊക്കെ നല്ല തകർത്ത് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നിങ്ങളുടെ കളിയും ചിരിയും നിങ്ങളുടെ മൂമെൻറ്റ്സും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ട്, നമ്മുടെ ചങ്കു കൂട്ടുകാരുണ്ട്. അവർക്ക് നന്ദി പറയാനുള്ള സമയമാണ്. അവർക്ക് നന്ദി പറഞ്ഞാലോ? മിണ്ടൊന്ന് നന്ദി പറഞ്ഞാലോ? ഓക്കെ പ്രേക്ഷകരെ, ഇത്ര നേരം ഈ സ്വർഗ കാഴ്ചകൾ വളരെ കൗതുകത്തോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാരുടെ കളിയും ചിരിയും ഇവരുടെ പെർഫോമൻസൊക്കെ നിങ്ങൾ ആസ്വദിച്ചു. ഇത്രയും നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഞങ്ങൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീർന്നിട്ടല്ല. ഇനി ഞങ്ങൾ പുതിയ എപ്പിസോഡിൽ പുതിയ എനർജിയോട്, പുതിയ താരങ്ങളോടെ, പുതിയ രസക്കാഴ്ചകളോടെ ഞങ്ങൾ മുന്നോട്ട് വരും. അത് ഞങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. അതുവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മക്കളെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞേ. ടാറ്റ ബൈ ബൈ.